ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് എത്ര സെക്കൻഡ് കൊണ്ട് വളരെ തുച്ഛമായ സമയം കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് നമുക്ക് അടിച്ച് പറമ്പെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും, വൃത്തിയാക്കാൻ പറ്റും പെട്ടെന്ന്. അത് ഞാനിപ്പോൾ കാണിച്ചില്ല. ഒരു ഏരിയ എത്ര സമയം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, എത്ര സമയം കൊണ്ട് ഒരു ഏരിയ കുറച്ച് ഏരിയ തീരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോ കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു മെഷീൻ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മളെ പറമ്പും വീടിൻ്റെ പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും നമുക്ക് ആശ്രയിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ ഈ മെഷീൻ നമ്മൾ പുറത്തുനിന്ന് വിളിച്ച് ഒരാളിനെ വിളിച്ച് ആ ഒരു വ്യക്തി വന്നിട്ട് നമുക്ക് പറമ്പും വൃത്തിയാക്കണമെങ്കിൽ 400 രൂപ, 450 രൂപ, 500 രൂപയ്ക്ക് ചില ആൾക്കാർ മേടിക്കുന്നുണ്ട്. പെട്രോളിൻ്റെ വില വർദ്ധിച്ചുകൊണ്ട് പൈസ കൂടുതൽ മേടിക്കുന്നുണ്ട് അവർ. ശരാശരി 400 രൂപയ്ക്ക് മേളിലോട്ടാവും 1 മണിക്കൂർ ഉപയോഗിക്കുന്നത്. ഞാൻ 1 മണിക്കൂർ 400 രൂപയ്ക്കാണ് അടിക്കുന്നത് കേട്ടോ. 1 മണിക്കൂർ 400 രൂപ. പെട്രോള്, വയറ്, ഇതിൻ്റെ മറ്റുള്ള ഉപയോഗങ്ങളെല്ലാം നമ്മളെ കൈകൊണ്ടാണ്, നമ്മൾ കാശിലാണ് മേടിക്കുന്നത്. 1 മണിക്കൂർ 400 രൂപ. 400 വെച്ചാണ് ഞാൻ ഈ അടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അത് ഫ്രീ ടൈമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും പറമ്പിൽ വൃത്തിൻ്റെ കാടടിക്കാനോ വൃത്തിയാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴും നമ്മളിപ്പോൾ പുല്ലടിക്കുന്നതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1-2 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബെൽറ്റ് ഇടുന്ന രീതി എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള വസ്ത്രം ധരിക്കണം. ഇപ്പോൾ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ജീൻസിൻ്റെ പാൻറ്റ്, ജീൻസിൻ്റെ ഷർട്ട്, സ്ത്രീകളാണെങ്കിലും അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ കല്ലൊക്കെ വന്ന് ധാരാളമായിട്ട് മുഖത്തടിക്കും, ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിക്കാൻ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ കട്ടിയുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ കാലിൽ ഷൂ, നല്ല കട്ടിയുള്ള ഷൂ ഉപയോഗിക്കുക. നമ്മുടെ മാക്സിമം ഷർട്ടൊക്കെ ഇതുവരെ നല്ല നീട്ടിയിടുക. എന്ന് പറയാം, മറ്റുള്ള ഈ നമ്മൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ചൊറിയൻ ചേമ്പെന്ന് പറയും ചേമ്പുണ്ട്. ആ ചേമ്പൊക്കെ നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ ചാറ് വന്ന് കഴുത്തിലോ മുഖത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കെട്ടി മാക്സിമം ഹെൽമെറ്റ് വയ്ക്കുവാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഹെൽമെറ്റ്, എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് വയ്ക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാൽ ഞാൻ ഒഴിവാക്കി കളയും, അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്ക് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എൻ്റെ ചാറ് നമ്മളെ കഴുത്തിൽ തെറിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ചൊറിച്ചിലുണ്ടാവും, പിന്നെ തടിപ്പുണ്ടാവും, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ പച്ചവെളിച്ചെണ്ണയൊക്കെ പുരട്ടി 2 ദിവസം കഴിയാം അതിനൊക്കെ മാറാൻ. ഒരുപാട് അനുഭവിച്ചിട്ടുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ചെയ്ത്. അപ്പോൾ അതിങ്ങനെയുള്ള സംഭവം കണ്ടാൽ നമ്മളത് ഒഴിവാക്കി കളയും, അടിക്കാറില്ല. അപ്പോൾ ഇത് മെഷീൻ പിടിക്കുന്നതിലും ഈ മെഷീൻ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ ആ നല്ല രീതിയിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏരിയ പോകും. ഈ അറിയാത്ത ആൾക്കാർ ഒരുപാട് സമയം പോകും. ഈ അറിയാതെ ഇങ്ങനെ വീഡിയോ, ഈ മൊബൈൽ ഇങ്ങനെ ഈ മെഷീൻ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കറക്കി വെറുതെ സമയം പോവും. ഉടമസ്ഥരിൽ നിന്ന് കാശ് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഒരു തുച്ഛമായ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സ്പീഡിൽ നമുക്ക് അടിച്ചു പോകാൻ പറ്റും. പക്ഷേ അടിക്കുന്ന ഒരു വശമുണ്ട്, മെഷീൻ പിടിക്കുന്ന രീതിയുണ്ട്. ആ രീതി എങ്ങനെയാണെന്നും ആ മെഷീൻ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നത് അത് വീഡിയോയിലൂടെ മനസ്സിലാക്കുക. ഇതാണ് മെഷീൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് മെഷീൻ നമ്മളെ ശരീരത്തോട് ഇടുന്ന സെറ്റ് ചെയ്യുന്ന ബെൽറ്റ്. ഇതാണ്, ഈ ബെൽറ്റിലാണ് മെഷീൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ബെൽറ്റ് മിക്ക ആൾക്കാർക്കും ഇടാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ഇതിനൊരു രീതിയുണ്ട്. ഈ സംഭവം, ഈ കൊളുത്ത് ഇതെപ്പോഴും ഈ ഈ സൈഡിലേക്ക് തന്നെ വരണം. ഇതകത്ത് പോകാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ വരണം. ഇതിങ്ങനെ എടുക്കുക, ഇതിന് ഇടത് കൈ ഇങ്ങനെ അകത്തേക്ക് കയറ്റുക, വലത് കൈ ഇങ്ങനെ കയറ്റുക, കഴുത്തിലേക്ക് ഇടുക. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ സെറ്റായിട്ടുണ്ട് മെഷീൻ. അടുത്ത് എൻ്റെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കണ്ണാടി വയ്ക്കുകയാണ്, കണ്ണിലേക്കൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ. അപ്പോൾ അടുത്ത മെഷീൻ ഞാനിങ്ങനെ തൂക്കുകയാണ്. മെഷീൻ ഇങ്ങനെ എടുക്കുക. മെഷീൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. എടുക്കുക. ഇതാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം. ഇതാണ്ടോ മെഷീൻ കറങ്ങുന്നുണ്ടോ, ഇതാണ്ടോ മെഷീൻ കറങ്ങുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ തുടങ്ങുകയാണ്. കണ്ടില്ലേ,
വളരെ തുച്ഛമായ സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലം അടിച്ചു വൃത്തിയാക്കിയത്. ഇത് സാധാരണ ആവറേജ് നമ്മൾ വീട്ടിൻ്റെ പറമ്പും പുരയിടവും നമ്മൾ ചെയ്യുന്നത്. ചില വ്യക്തികൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന വർക്ക് ഇത്രയും നീറ്റായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി ഇതിൽ നിന്നും ഈ പുല്ലിൻ്റെ ഈ ഒരു ചെടികളുടെയും ഇതിൻ്റെയൊക്കെ വേര് മൊത്തത്തിൽ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ പോച്ച മൊത്തത്തിൽ തന്നെ കുറേ കാലത്ത് ഈ പിന്നെ പൊടിക്കത്തില്ല. അതിനൊരു പണിയുണ്ട്. അത് ഈ മെഷീനിൽ തന്നെയാണ്. ആ പണിയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മെഷീൻ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേര് മൊത്തത്തിൽ അറ്റുമാറും എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, മെഷീൻ ചരിച്ച് പിടിക്കുക. ചരിച്ച് പിടിക്കുക, മെഷീൻ ചരിച്ച് പിടിക്കുക. കംപ്ലീറ്റ് വൃത്തിയാവും. നമ്മൾ നമ്മാട്ടി കൊണ്ട് നമ്മൾ ചെത്തിപ്പറിച്ച് നമ്മൾ പണിയെടുത്തതുപോലെ പറമ്പിൽ പണിയെടുക്കുന്നത് എങ്ങനെയാണ് അതേപോലെ നല്ല വൃത്തിയാവും. ഒരു പോച്ച പോലെ ഇവിടെ കാണാം. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേന് വലത്തോട്ടും ചരിക്കാം, ഇടത്തോട്ടും ചരിക്കാം. ചരിക്കുമ്പോൾ പറമ്പിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വന്ന് മുഖത്തടിക്കും. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ഇത്രയും രണ്ടാമത്തെ ഘട്ടം നമ്മൾ അടിക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നമ്മൾ മുഖത്ത് കല്ലൊന്നും വന്ന് തെറിക്കാതെ, പ്രത്യേകിച്ച് കണ്ണിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വന്ന് തെറിച്ച് വീഴാറുണ്ട്. കണ്ണിൽ വന്ന് കല്ല് വന്ന് അടിക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രമേ ഈ രണ്ടാമത്തെ ഘട്ടം നമ്മൾ തറ തൂർത്ത് അടിക്കുമ്പോഴത്തേന് ചെയ്യേണ്ടത്. ഹെൽമെറ്റ് പൂർണ്ണമായിട്ട് ധരിക്കണം. നമ്മുടെ സുരക്ഷിതത്വം ഹെൽമെറ്റിലാണ്. അപ്പോൾ കല്ല് വന്ന് അടിച്ചിരുന്നാലും ഗ്ലാസ്സിൽ വന്ന് അടിക്കും, കല്ല് നമുക്ക് കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കുന്നത് മെഷീൻ എങ്ങനെ ചരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്നുകൂടി കാണിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മൾ അടിച്ചത്. വളരെയധികം ഭംഗിയായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട്. നമ്മൾ മൺമട്ടി കൊണ്ട് നമ്മൾ ചെത്തി പറിച്ചാണ്ട് കളയുന്നത് പോലെ ഒരു ശകലം പോലെ. ഇതിപ്പോൾ നമ്മൾ അടിച്ച് മുറിഞ്ഞ പോച്ചയാണ് കേട്ടോ. ഇതൊന്നും പോച്ചയില്ല, വേരുമില്ല. ഇനി ഒരു 3 മാസത്തേക്ക് ഇവിടെ പോച്ച കളിക്കില്ല, ഉറപ്പാണ്.